ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് അളവുകളും യൂണിറ്റുകളും എന്നുള്ളത്. അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുന്നൊരു ചാപ്റ്ററാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അപ്പം നോക്കിക്കേ, ഇത്രയും ചാപ്റ്റേഴ്സാണ് ഫസ്റ്റിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള. അളവുകളും യൂണിറ്റുകൾ, ചലനം, ബലം, മർദ്ദം, മാറ്റങ്ങളുടെ രസതന്ത്രം, മൂലകങ്ങളും സംയുക്തങ്ങളുമുണ്ട്, ലോഹങ്ങൾ, അലോഹങ്ങൾ, നട്ട് നനയ്ക്കാം, പിന്നെന്താണ് ജീവന്റെ ഉത്ഭവം, കോശങ്ങളും കോശജാലങ്ങളും. ഇങ്ങനെ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് 9 ചാപ്റ്ററാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. എന്താണ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്? അപ്പം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നമുക്ക് ഒത്തിരി അളവുകളാണ്. നമുക്കല്ലാണ്ട് തന്നെ നമുക്ക് കുറേ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ഏറ്റവും അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ലെങ്ത്, നീളം വരാം, മാസ് വരാം, ടൈം, ടെമ്പറേച്ചർ, ഇതൊക്കെ നമുക്ക് അടിസ്ഥാന അളവുകൾ എന്ന് പറയാം. അതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന കുറെ അളവുകളുമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞത് എന്താണ്? ഈ കാറിന്റെ എഞ്ചിൻ ജപ്പാനിലെ മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. പല രാജ്യങ്ങൾ നിർമ്മിക്കുന്നവ എങ്ങനെ കൂട്ടിയോജിപ്പിക്കും? കുട്ടിയുടെ സംശയം, നിങ്ങളുടെ അഭിപ്രായം നമുക്ക് അവിടെ ഒന്നും വേണ്ട. ദൈനംദിന ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട്. ഇത്തരം അളവുകളെയാണ് നമ്മൾ ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് അല്ലെ. 1 കിലോ അരി, 1 ലിറ്റർ വെളിച്ചെണ്ണ അല്ലെ. നമ്മളെല്ലാം നമുക്ക് ഓരോന്നിനും ഓരോരോ യൂണിറ്റുകളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. വേണ്ട, ഇവിടെ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് കുഴിയുടെ ആഴം അളക്കുന്നു. എന്തായിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്? നീളമായിരിക്കും അല്ലെ. പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നു. അവിടെ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? പച്ചക്കറിയുടെ തൂക്കം അളന്നപ്പോൾ അതവിടെ മാസാണ് അല്ലെ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? തയ്യൽക്കാരൻ അളവെടുക്കുന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ്? അവിടെ നീളമാണ് യൂസ് ചെയ്യേണ്ടത്. നീളം, ഇത് നിങ്ങൾ ആ ഫിഗറിലേക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. നീളം. ഇവിടെ എന്താ? പച്ചക്കറിയുടെ തൂക്കം എന്ന് പറയുന്നത് മാസാണ്. കുഴിയുടെ ആഴം എന്ന് പറയുന്നത് എന്താണ്? നീളമാണ്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിക്കേ. ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു. അപ്പൊ അവിടെ എന്തായിരിക്കും വേണ്ടത്? അവിടെ സമയമാണ്. സമയം. ഇവിടെ എന്താണ്? നീളമാണ്. രക്തസമ്മർദ്ദം അളക്കുന്നു. രക്തസമ്മർദ്ദം അളക്കുമ്പോൾ അവിടെ എന്താണ് നമ്മൾ അളക്കുന്നത്? മർദ്ദമാണ് നമ്മൾ അളക്കുന്നത്. ശരീരത്തിന്റെ ചൂടളക്കുന്നു. അവിടെ എന്താണ് ചെയ്യുന്നത്? താപനിലയാണ് നമ്മൾ അളന്നെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറേ അളവുകളുണ്ട്, ഭൗതിക അളവുകൾ. മേൽ കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവുകൾ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് പറ്റുന്നത് അല്ലെ. നമുക്ക് ഏറ്റവും പരിചിതമായ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ്? ഒരു പുസ്തകത്തിന്റെ നീളവും വീതിയും എന്താണ്? അത് കണ്ടെത്തിയിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ. അതേപോലെ തന്നെ ഒരു ചതുരത്തിന്റെ നീളം കണ്ടെത്താം. ഒരു റൂമിൽ പെയിന്റ് അടിക്കേണ്ടത് എത്രയെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് 1 ആണ് പഠിക്കുന്നത്. അടിസ്ഥാന അളവുകളുമുണ്ട്, ഉൽപ്പന്ന അളവുകളുമുണ്ട്. എന്താണ് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ. അല്ലെങ്കിൽ എന്താണ് അതിന്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതിൽ നിന്ന് ഉത്ഭവിച്ചത്. എന്താണ് പറയുന്നത്? മലയാളത്തിൽ അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകൾ എന്നും പറയും. ഓക്കെ ആണല്ലോ. ഭൗതിക അളവുകൾ അനവധി ഉണ്ട്. നീളം, മാസ്, സമയം. ഏതൊക്കെയാണ്? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ഏതൊക്കെയാണ്? നീളമുണ്ട്, മാസ് ഉണ്ട്, ടൈം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് അല്ലെ, പദാർത്ഥത്തിന്റെ അളവ്. പിന്നെ എന്താണ്? പ്രകാശ തീവ്രത വരുന്നുണ്ട്. പിന്നെ എന്താണ് വരേണ്ടത്? പ്രകാശ തീവ്രത എന്നിവ. ഇത്രയുമാണ് നമ്മൾ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാന അളവുകളുമുണ്ട്, അതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഡിറൈവ്ഡ് വ്യുൽപ്പന്ന അളവുകളുമുണ്ട്. ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്? നീളം പറഞ്ഞു നമ്മൾ, പിന്നെന്താണ്? മാസ് പറഞ്ഞു അല്ലെ, ടൈം പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു മുകളിലത്തെ സന്ദർഭത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് മുകളിലത്തേതുള്ളത്. മർദ്ദമൊന്നും വന്നില്ലല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? നീളം പറഞ്ഞു, പിന്നെ എന്ത് വരും? മാസ് പറഞ്ഞു, പിന്നെന്താണ്? സമയം പറഞ്ഞു അല്ലെ, സമയം പറഞ്ഞു, പിന്നെ പറഞ്ഞത് താപനില. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു 1.1 എന്ന് പറയുന്ന ആ ഒരു ഫിഗറിൽ നിന്ന്, ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പം മർദ്ദം എന്ന് പറയുന്ന അപ്പൊ എന്തല്ല? അടിസ്ഥാന അളവല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് നോക്കാം.
ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഒരു റൂമിന്റെ നീളവും വീതിയൊക്കെ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്തു, പരപ്പളവ് കണ്ടുപിടിച്ചു. അപ്പൊ പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് അല്ലെ. അതിൽ നിന്ന് നമ്മുടെ അടിസ്ഥാന യൂണിറ്റുകളായ നീളം അല്ലെ, നീളത്തിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പരപ്പളവ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ അതിന്റെ അളവാണല്ലേ കണ്ടുപിടിക്കുന്നത്. ഇവിടെ മരുന്നിന്റെ അളവ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, വെള്ളമാണ്, ഇവിടെ മരുന്ന് വന്നത്. അപ്പൊ രണ്ടിടത്തും നമ്മൾ ചെയ്യുന്ന എന്താണ്, വ്യാപ്തമാണ് നമ്മൾ രണ്ടിടത്തും കണ്ടുപിടിക്കുന്നത്. ഇനി അപ്പൊ നോക്കിക്കേ, ചുമർ പെയിന്റ് ചെയ്യുന്നതിന് പരപ്പളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് എന്ന് പറയുന്നത്. മരുന്നിന്റെ ദ്രാവകത്തിന്റെ അളവെന്ന് പറയുന്നത് എന്താണ്, വ്യാപ്തമാണ്. വ്യാപ്തം എന്ന് പറയുമ്പോൾ അളവ് ജാർ എന്താണോ അതിന്റെ ചുറ്റളവ് എടുക്കുക. നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ത്രീ ഡയമെൻഷണൽ ഫിഗർ ആണെങ്കിൽ അതിന്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്, ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ അതിന്റെ എന്താണോ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ പരപ്പളവ് ഇൻറ്റു അല്ലെ ബേസ് ഏരിയ ഇൻറ്റു ഉയരം ചെയ്താൽ മതി. ഓക്കെ, ചുറ്റളവല്ല കേട്ടോ, അളവ് ജാറിന്റെ പരപ്പളവാണേ. പരപ്പളവ് ഇൻറ്റു ഉയരം മതി നമുക്ക്. താഴത്തെ, അതായത് ഉപരിതല പരപ്പളവല്ലല്ലോ, എന്താണ് ഇതിന് പറയുന്നത്, താഴത്തെയുള്ള നമ്മുടെ ബേസ് ഏരിയ. പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ് എന്ത്, ഉയരമാണ് വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു, പരപ്പളവും കണ്ടുപിടിച്ചു, വ്യാപ്തവും കണ്ടുപിടിച്ചു. പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഏതെല്ലാം അളവുകളെയാണ് നമ്മൾ ഉപയോഗിച്ചത്, രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലെ, അതിനെയാണ് നമ്മൾ നീളം എന്ന് പറയുന്നത്. രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. അത് നീളമായിക്കോട്ടെ വീതി ആയിക്കോട്ടെ, രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലമാണെങ്കിൽ നമ്മൾ അതിനെ ഏറ്റവും അടിസ്ഥാന അളവുകളായ നീളം എന്ന് പറയുന്നു. പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവ് വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഡിറൈവ്ഡ് അല്ലെ, വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റും ഉണ്ട്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെ പറയുന്ന പേരാണ് എന്താ, വ്യുൽപ്പന്ന അളവുകൾ. വ്യുൽപ്പന്ന അളവ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് എന്താണ്, അടിസ്ഥാന അളവുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ കാണിക്കാനായിട്ട് പറ്റണം. നെക്സ്റ്റ് നോക്കിക്കേ, ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്രയാണ്, 14.2. ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോന്നിനും നമുക്ക് എന്തുണ്ട്, യൂണിറ്റുകളുണ്ട് അല്ലെ. ഫസ്റ്റ് വൺ താപനില എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, 37.8 താപനില എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം താപനില അളക്കുന്നത് ഏതിലാണ്, സെൽഷ്യസിലാണ് അല്ലെ. രേഖപ്പെടുന്ന രീതി ഇങ്ങനെയാണ്, ഡിഗ്രി സെൽഷ്യസ് എന്ന്. നെക്സ്റ്റ് വന്നിരിക്കുന്ന എന്താണ്, ആ കുട്ടിയുടെ ഉയരമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഉയരം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഏകദേശം ഒരു 165. അതിന്റെ എന്താണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, സെന്റിമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അത് എഴുതുന്നത്, 165 സെന്റിമീറ്റർ എന്ന് എഴുതും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, മാസ് അല്ലെ, മാസാണ്. മാസ് അതിനെങ്ങനെയാണ് സംഖ്യാമൂല്യം എത്രയാണ്, 1 കിലോഗ്രാം എന്നാണ് മാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 1 കിലോഗ്രാം എന്ന് എഴുതണം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, കിലോഗ്രാം അല്ലെ. അപ്പൊ എന്തെഴുതും, 1 kg. ഇതാണ് അതിന്റെ രേഖപ്പെടുത്തുന്ന രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഭൗതിക അളവുകളുടെ യൂണിറ്റുകളെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള അളവുകളും അതിന്റെ യൂണിറ്റുകളും ഒക്കെ നോക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾസ് അല്ല കുറച്ച് പരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, കുട്ടിയുടെ ഉയരം പെൻസിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്താനും, എന്താണ് 2 ഇറുക്കിലുകൾ ഉപയോഗിച്ച് കുട്ടിയുടെ ഉയരം ഓരോരുത്തരും അളന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത നീളമുള്ള ലഭിച്ച അളവുകളൊക്കെ വെച്ച് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതോടെ വലിയ ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് വിട്ടേക്കാം. നമുക്ക് പഠിക്കാനുള്ളതിലേക്ക് വരാം. നെക്സ്റ്റ് നോക്കാം. ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ കുട്ടിയുടെ ഉയരം ടീച്ചർ അളക്കുന്നത് ഒരു 1 മീറ്റർ നീളമുള്ളൊരു എന്തായിരിക്കും, ഒരു വടി കൊണ്ടായിരിക്കും. ഇനി മറ്റൊരു കുട്ടി അളക്കുന്ന 1/2 മീറ്ററുള്ള. അപ്പൊ കുട്ടീനോട് പറയാണ് എത്ര ഇറുക്കിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയുന്നു, ഞാനിവിടെ നീളം കൂടി ഇറുക്കിൽ വെച്ചിട്ട് എനിക്ക് 3 ഇറുക്കിലാണ് കുട്ടിയുടെ ഉയരം കിട്ടിയെന്ന് പറഞ്ഞു. നീളം കുറഞ്ഞ ഇറുക്കിൽ വെച്ചുള്ള കുട്ടി പറഞ്ഞു 6 ഇറുക്കിലാണ് ഉയരം എന്ന് പറഞ്ഞു. രണ്ടുപേരും പറയുന്നത് ശരിയല്ലേ? ഈ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ 3 ഇറുക്കിൽ ഉയരമേ കുട്ടിക്കുള്ളൂ, ഇത് വെച്ച് നോക്കുമ്പോൾ 6 ഇറുക്കിൽ ഉയരമുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വരും അല്ലെ, ഒരു വ്യക്തത ഇല്ലാണ്ട് വരും. കാര്യം ആ കുട്ടിയുടെ ഉയരം എത്രയെന്ന് ചോദിച്ചു, ഒരാൾ പറയും 3 ഇറുക്കിലാന്ന്
പറയും, മറ്റൊരാൾ പറയും 6 ഇറുക്കിലാന്ന്. അങ്ങനെ പറ്റില്ല. ആരെന്ത് പറഞ്ഞാലും അത് ഒരേ അളവിന്. അങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന യൂണിറ്റ് തോതാണ് നമ്മുടെ യൂണിറ്റ്. അത് ഞാൻ ഇവിടെ പറഞ്ഞാലും അല്ലെ മറ്റേ അമേരിക്കയിൽ പോയി പറഞ്ഞാലും എല്ലാം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആ 1 സെന്റിമീറ്റർ അളവ് എല്ലായിടത്തും ഒരേപോലെ തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. കണ്ട, പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരടി, 1 മുഴം, 1 ചാണെന്നൊക്കെയായിരുന്നു അളവുകൾക്ക് സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അളവുകൾ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ പലതരം യൂണിറ്റുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? കൃത്യത കുറവായിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നൊരു കാര്യം പറയണത് മറ്റൊരാളൊരു കാര്യം പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? ഞാനിപ്പോ പറയുകയാണ് എന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 അടി അല്ലെങ്കിൽ 5 അടി 5 ഇഞ്ച് എന്ന് പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു എന്റെ ഇത്ര 1 മുഴമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ വ്യത്യാസം വരും. അപ്പൊ എന്താണ്, നീളം അളക്കാൻ ലോകത്ത് എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇതിനെയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, ISU എന്ന് പറയും. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അംഗീകരിച്ച ഇതിന്റെ ചുരുക്കമാണ് SI എന്ന് പറയുന്നത്. SI യൂണിറ്റ് നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. SI യൂണിറ്റുകൾ എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അംഗീകരിക്കപ്പെട്ടതിനെയാണ് നമ്മൾ SI യൂണിറ്റുകൾ എന്ന് പറയുന്നത്. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെ എല്ലാവർക്കും ഒരേ അളവ് തന്നെ ലഭിക്കും. നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങൾ നിർമ്മിച്ചാലും ലോകത്തിന്റെ ഏത് കോണിലെ ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഞാൻ അവിടെ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചു, ഞാൻ എൻ്റെ എഞ്ചിന്റെ ഒരു പാർട്സ് ആണ് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറയുകയാണ് ഈ പാർട്സിന് 10 സെന്റിമീറ്റർ നീളമുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഈ 10 സെന്റിമീറ്റർ ഫിക്സ് ചെയ്യുന്ന വിധത്തിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് ഞാനിവിടെ 10 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 15-20 സെന്റിമീറ്റർ ഉള്ള സാധനം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല. ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നീളത്തിൽ തന്നെ നമ്മൾ മില്ലിമീറ്റർ പറയും, സെന്റിമീറ്റർ പറയും, മീറ്റർ പറയും, കിലോമീറ്റർ പറയും അല്ലെ. നീളം കൂടുന്നതനുസരിച്ച് നമുക്ക് അതിന് മാറ്റം വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ നീളത്തിന്റെ വിവിധ യൂണിറ്റുകൾ പറയുന്നത്. നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആകുന്നു. ഇതിന്റെ പ്രതീകം എന്താണ്? M ആണ് ഇതിന്റെ പ്രതീകം എന്ന് പറയുന്നത്. SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. പ്രതീകം എന്താണ്? M ആണ്. നോക്കിക്കേ, 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ 100 സെന്റിമീറ്ററിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. 1 സെന്റിമീറ്റർ എത്രയാണ്? 10 മില്ലിമീറ്റർ. അതെ, നമുക്കറിയാം സ്കെയിലിൽ നമ്മൾ ഇങ്ങനെ വരച്ചു, ഇവിടെ 1, ഇവിടെ 2, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ 10 വരകളായിരിക്കും ഉള്ളത്. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 1 മീറ്റർ എത്ര മില്ലിമീറ്റർ എന്നാ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? 10 × 100 ചെയ്യണം. 1000 മില്ലിമീറ്ററിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയൊരു ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രകാശവേഗം എന്ന വാക്ക് വളരെ കൂടിയ വേഗതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ടല്ലോ. പ്രകാശവേഗം എത്രയാണ്? പ്രകാശം ശൂന്യതയിൽ 1 സെക്കൻഡിൽ ഇത്രയും മീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. 1 സെക്കൻഡ് അടിക്കുമ്പോൾ തന്നെ ഈ 2997245 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ പ്രകാശവേഗത എന്ന് പറയുമ്പോൾ എന്താണ്? കൂടിയ വേഗത. ശൂന്യതയിലൂടെ 1 സെക്കൻഡിന്റെ 1/299, അതായത് ഇത് 1 ഈ ലെങ്താ പറഞ്ഞിരിക്കുന്നത്. സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നീളത്തിന്റെ SI യൂണിറ്റായി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഓക്കെ, പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം, അതായത് പ്രകാശം 1 ഇത്രയും സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്നതാണ് ഈ പറയുന്ന 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 1 മീറ്റർ 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇത്രയും മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ഇനി ഇതൊന്നും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. 30/10/2022 മുതലാണ് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ എത്ര മൈക്രോൺ ആണ്? 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത്. 30 മൈക്രോൺ എന്ന് പറയുമ്പോൾ എത്രയാണെന്നും കൂടി പഠിക്കണേ. മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. 1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 10 ലക്ഷം മൈക്രോമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്ററിനെയാണ് നമ്മൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 1000 മീറ്റർ വരുമ്പോഴേക്കും നമ്മൾ അതിനെ 1 കിലോമീറ്റർ എന്ന് പറയും. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത്
AU സൂര്യനിലേക്കുള്ള, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരം. അപ്പൊ പ്രകാശ വർഷം എന്ന് പറയുന്നത് എന്തളക്കുന്നതാണ്? ദൂരം അളക്കുന്നതാണ്. ഓക്കെ, ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പൊ ഏകദേശം 15 കോടി കിലോമീറ്റർ അവർ സഞ്ചരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നീളത്തിന്റെ യൂണിറ്റുകൾ നമ്മൾ ആസ്ട്രോണമിക്കൽ മീറ്റർ പറഞ്ഞു, മില്ലിമീറ്റർ പറഞ്ഞു, സെന്റിമീറ്റർ പറഞ്ഞു, കിലോമീറ്റർ പറഞ്ഞു, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ മാസിന്റെ വിവിധ യൂണിറ്റുകളാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ് മാസിന്റെ വിവിധ യൂണിറ്റുകൾ എന്ന് പറയുന്നത്? അണ്ടാ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് നമ്മൾ അതിന്റെ മാസ് എന്ന് പറയുന്നത്. എത്രത്തോളം ക്വാണ്ടിറ്റി അതിനുണ്ട്, എത്രത്തോളം ദ്രവ്യം അതിനുണ്ട്, അതിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മാസിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. അതേപോലെ നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. നമ്മൾ അങ്ങനെ ഓരോന്നായിട്ട് പഠിക്കുകയാണ്. നമുക്ക് 7 എണ്ണം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. മാസിന് കിലോഗ്രാം കൂടാതെ മറ്റു യൂണിറ്റുകളും ഉണ്ട് അല്ലെ. ഗ്രാം ഉണ്ട് അല്ലെ, ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്. അപ്പൊ അത് ഓരോന്നും നമുക്ക് നോക്കാം. മില്ലിഗ്രാം, ഗ്രാം എന്നിവ മാസിന്റെ ചെറിയ യൂണിറ്റുകളാണ്. ഒരു ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. ഈ യൂണിറ്റുകളൊക്കെ പഠിക്കണേ. ഒരു ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. മാസിന്റെ വലിയ യൂണിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ക്വിന്റല്, ടണ്ണ് എന്നൊക്കെ പറയത്തില്ലേ. അതായത് എത്രയാണ്, ഇതെല്ലാം പഠിക്കേണ്ടതാണ്. മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം മില്ലിഗ്രാം ആണ്. ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം. ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാമിനെയാണ് നമ്മൾ ഒരു ക്വിന്റൽ എന്ന് പറയുന്നത്. എങ്കിൽ ഒരു ടൺ എത്രയാണ്? ഒരു ടൺ എന്ന് പറയുന്നത് എത്രയാണ്? 1000 കിലോഗ്രാമിനെയാണ് നമ്മൾ ഒരു ടൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സമയമാണ്. നോക്കിക്കേ, സമയത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. പ്രതീകം എന്താണ്? S. ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ആണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്? 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്, നമുക്കറിയാം അല്ലെ. ഇനി 60 സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മണിക്കൂർ അല്ലെ. 60 മിനിറ്റ് ആണ് നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര? 60 × 60 സെക്കൻഡ് എന്ന് പറയും. അതായത് 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന വ്യാപ്തം, വോളിയം. അതായത് ഇതിന്റെ ഉള്ളിൽ എത്ര വോളിയം ഉണ്ട്, എത്ര കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ. ഇതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മീറ്റർ ക്യൂബ്. ക്യൂബിക് മീറ്റർ ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ്, ഇങ്ങനത്തെ ഒരു 10 വീതമുള്ള ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനത്തെ ഓരോരോ കുഞ്ഞു കുറേ ക്യൂബ് അടുക്കി വെക്കുന്നതാണത്. ഓരോന്നിന്റെയും വോളിയം എന്താണോ അതിന്റെ ടോട്ടൽ ആണ് ഈ പറയുന്നതിന്റെ മൊത്തത്തിൽ വോളിയം എന്ന് പറയുന്നത് അല്ലെ. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? L × B × H ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം ബേസ് ഏരിയ × ഹൈറ്റ് ആണ് അല്ലെ. പാദപരപ്പളവ് × ഉയരമാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി വലിയ ക്യൂബിന്റെ വ്യാപ്തം 1 ലിറ്റർ എങ്കിൽ ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവിധ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് പറയുന്നത് കേട്ടോ. ലിറ്റർ എന്ന് പറയുന്ന 1000 സെന്റിമീറ്റർ ക്യൂബാണ്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും തരുന്നത്. നമ്മളെല്ലാം കണ്ടുപിടിച്ച് വെച്ചു, ഇതിൻ്റെ അകത്ത് നമുക്ക് സെന്റിമീറ്റർ ക്യൂബായിട്ട് കിട്ടി, നമ്മൾ അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അതായത് 1 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പറയുന്ന സാന്ദ്രതയാണ് ഡെൻസിറ്റി. പെട്രോൾ പമ്പുകൾ ഡെൻസിറ്റി പ്രദർശിപ്പിക്കുന്ന എന്തിനാണ്? കണ്ടിട്ടുണ്ടോ ഡെൻസിറ്റി? ഒരു കാർഡ്ബോർഡ് പെട്ടി, അതൊന്നും വേണ്ട നമുക്കിവിടെ. മരപ്പൊടിയുടെയും മണലിന്റെയും നമുക്ക് മാസ് ഇവിടെ പറഞ്ഞേക്കുവാണ്. മാസ് വ്യാപ്തം, അതായത് മാസിനെ എത്രയാണോ അതിന്റെ മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു 200 ആണെങ്കിൽ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100 ÷ 200 എന്ന് വരും. അതായത് 0.5 എന്ന് വരും. ഇതിനെയാണ് നമ്മൾ സാന്ദ്രത എന്ന് പറയുന്നത്. മാസ് / വ്യാപ്തം എന്നത് യൂണിറ്റ് വ്യാപ്തം എന്ന് പറയുന്ന പദാർത്ഥത്തിന്റെ മാസ്. കണ്ടാ, യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. അപ്പൊ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസ്, അതായത് ഒരു യൂണിറ്റിൽ എത്ര മാസ് ഉണ്ട് അതിനെയാണ് നമ്മൾ യൂണിറ്റ് വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്? സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ സാന്ദ്രത എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസിനെ
അതിനെ വോളിയം വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സാന്ദ്രത ലഭിക്കുന്നത്. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. പെട്രോൾ പമ്പുകളിൽ സാന്ദ്രത സൂചിപ്പിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. കാര്യം എന്താണ്? ആ ഒരു ഡെൻസിറ്റി കാണിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്യൂവൽ എന്ന് പറയുന്ന പ്യുവർ ആണോ അല്ലെങ്കിൽ മിക്സർ ആണോ, എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണോ, അതിനുള്ളിൽ എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സാന്ദ്രത പറയുന്നത്. ഓക്കെ, അപ്പൊ മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം, ഒരു യൂണിറ്റ് വ്യാപ്തം എന്ന് പറയുന്നത് കേട്ടോ. അതായത് വ്യാപ്തം തുല്യമായ വസ്തു ആണെങ്കിൽ പോലും അവിടെ എന്താണ്? മാസ് കൂടുതലാണെങ്കിൽ അവിടെ സാന്ദ്രതയും കൂടുതലായിരിക്കും. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അഥവാ SI യൂണിറ്റുകൾക്ക് സാർവദേശീയ അംഗീകാരം നൽകി. അപ്പൊ അങ്ങനെ നോക്കാം നമുക്ക്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞത് നീളം പഠിച്ചു വെക്കേണ്ടതാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നീളം മീറ്റർ ആണ്, മാസ് കിലോഗ്രാം ആണ്, സമയം സെക്കൻഡ്, മിനിറ്റ്, അവർ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഏതാണ്? സെക്കൻഡ് ആണ്. ഇവിടെ മുതലാണ് നിങ്ങൾ നോക്കേണ്ടത്. താപനില എന്താണ്? കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് നമ്മൾ സെൽഷ്യസിലോട്ട് പോകും, അല്ല, അതെന്താണ്? കെൽവിൻ ആണ്. വൈദ്യുതപ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് എന്താ? ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ആംബിയർ ആണ്. പദാർത്ഥത്തിന്റെ അളവ് മോള്. എന്താണ് പദാർത്ഥത്തിന്റെ അളവ്? MOL, മോൾ ആണ്. പ്രകാശ തീവ്രത CD എന്താണ്? കാൻഡല. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതീകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ 7 നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഈ 7 നമ്മൾ അടിസ്ഥാന യൂണിറ്റുകളായിട്ട് പഠിക്കുന്നത്. പദാർത്ഥത്തിന്റെ അളവ് മോളാണ്, വൈദ്യുതപ്രവാഹ തീവ്രത ആംബിയർ ആണ്, പ്രകാശ തീവ്രത കാൻഡലയാണ്, താപനില കെൽവിനാണ്. എന്തൊക്കെയാണ് SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഏകീകൃത യൂണിറ്റുകളാണ്. അന്താരാഷ്ട്ര അംഗീകാരമുണ്ട്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം നമുക്ക് മറ്റളവുകൾ പറയാൻ പോകുവാണ്. എന്താണ് വിൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റുകൾ? ഈ പറയുന്ന അടിസ്ഥാന അളവുകളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. വിൽപ്പന്ന അളവുകൾ എന്താണെന്ന്? വ്യാപ്തം, സാന്ദ്രത എന്നിവ വിൽപ്പന്ന അളവാണ്. കാരണം നമുക്കറിയാം വ്യാപ്തം എന്ന് പറയുന്നത് അടിസ്ഥാന അളവായ നീളം, അല്ലെ? നീളം, വീതി, ഉയരം, ഇതെല്ലാം നമുക്ക് എന്താണ്? ബേസിക് ആയിട്ട് നീളം തന്നെയാണ്. ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോഴാണ് നമുക്ക് വ്യാപ്തം കിട്ടുന്നത്, അല്ലെ? സാന്ദ്രത ലഭിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാസ് ഡിവൈഡ് ബൈ വ്യാപ്തം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സാന്ദ്രത കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റുകളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ നോക്കിക്കേ, താഴെ പരപ്പളവ് എന്ന് പറയുമ്പോൾ നീളം ഇൻറ്റു വീതിയാണ്. അതായത് M ഇൻറ്റു M, M² ആയിട്ട് വരും. വ്യാപ്തം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, അതായത് M ഇൻറ്റു M എന്ന് വരും. അതായത് M³ വരും. സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. അതായത് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ സാന്ദ്രത എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഇപ്പൊ 10 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെയാണ് പറയേണ്ടത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് നമ്മൾ വിൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മീറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്തെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. M തരും, ക്യാപിറ്റൽ M തരും, മീറ്റർ ഇങ്ങനെ തരും, അല്ല, ഇങ്ങനെ ഓരോന്നും തന്നിട്ടുണ്ടാകും. അതിൽ നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കണം. അതായത് ഇത് എഴുതുന്നതിനും എന്തുണ്ട്? ഓരോ രീതിയുണ്ട്. ഈ കിലോഗ്രാം എന്ന് പറയുന്നത് എഴുതുന്നത് നോക്കിക്കേ, അതിന് കറക്റ്റ് രീതിയുണ്ട്. KG എന്ന് എഴുതേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ KG എന്ന് എഴുതി വെച്ചാൽ ഇതെന്താണ്? തെറ്റാണ്. കിലോഗ്രാം ഒക്കെ എഴുതുന്നതിനൊക്കെ എല്ലാത്തിനും ഓരോ രീതിയുണ്ട്. കണ്ട, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതേണ്ടത് എങ്ങനെയാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നല്ലെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇവയുടെ യൂണിറ്റ് രേഖപ്പെടുന്നതിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകളൊക്കെയാണ് താഴെ പറയുന്നത്. നോക്കിക്കേ, ഇവിടെ എന്താണ്? ഇവിടെ ഇംഗ്ലീഷ് അക്ഷരമാല ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുക. ഇത് തെറ്റാണ്, അല്ലെ? ഈ പറയുന്ന KG എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഇവിടെ എന്താണ്? കിലോഗ്രാംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? നമുക്ക് എന്താ? KG എന്ന് മതി. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മതി. K എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആണ്. അവിടെ എന്താണ്? പ്ലൂറൽ ഫോം ഒന്നും വേണ്ട, KGs എന്നുള്ളത് വേണ്ട. അടുത്ത എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ എഴുതുമ്പോഴേക്കും ഇവിടെ എന്ത് വേണം? ഇവിടെ ഒരു സ്പേസ് വേണ്ടേ? ഈ ഒരു സംഭവം, അതായത് ഈ പറയുന്ന 1000 എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് വേണം, എന്നിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പൊ ഇവിടെയും എന്താണ്? ഇതും തെറ്റാണ്. നെക്സ്റ്റ് നോക്കിക്കേ, കിലോഗ്രാം പെർ മീറ്റർ
കണ്ട ഇവിടെ ഒരു ഒറ്റ തവണ തന്നെ എന്താണ് ഒരേ ഇക്വേഷനിൽ തന്നെ മോർ ദാൻ വൺ സ്ലാഷ് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. കിലോഗ്രാം പെർ മീറ്റർ പെർ മീറ്റർ പെർ മീറ്റർ അങ്ങനെ ഇടാൻ പാടില്ല. ഒരിക്കലും എന്താണ് ഒരു സ്ലാഷിൽ കൂടുതൽ ഡിറൈവ്ഡ് യൂണിറ്റിൽ വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇതും എന്താണ് തെറ്റാണ്. ഓരോന്നിന്റെയും തെറ്റാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞു നോക്കിക്കേ, കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ യൂണിറ്റ് പ്രതീകവും യൂണിറ്റിന്റെ പേരും ഇടകലർത്തി എഴുതാൻ പാടില്ല. ഒന്നുകിൽ എങ്ങനെ എഴുതണം, പറയുന്നത് നമ്മൾ ഇതേപോലെ തന്നെ കിലോഗ്രാം ക്യൂബിക് മീറ്റർ എന്ന് ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതി വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം. അല്ലാണ്ട് കിലോഗ്രാം എന്നുള്ളത് kg എന്ന് എഴുതി പിന്നെ എന്താണ് ബാക്കിയുള്ളത് ക്യൂബിക് മീറ്റർ അങ്ങനെ എഴുതാനായിട്ട് പാടില്ല. 1 കിലോഗ്രാം 500 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് രണ്ടും 2 യൂണിറ്റുകളായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് ഒന്നെങ്കിൽ ഇതിന് 1.5 കിലോഗ്രാം എന്ന് എഴുതിയാൽ മതി. 273 കെൽവിൻ, കെൽവിനും ഉണ്ട് 250 മീറ്ററും ഉണ്ട്. ഇവിടെ എന്താണ് ഈ പറയുന്ന അപ്പർ കേസ് ലോവർ കേസും ഒക്കെ എന്താണ് അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പാടില്ല. അവിടെ എങ്ങനെ എഴുതണം, നമുക്ക് ഒന്നുകിൽ ഇതിനെല്ലാം ലോവർ കേസിൽ മാത്രമാണ് എഴുതേണ്ടത്. 273 കെൽവിൻ എന്ന് പറയുന്നത് ലോവർ കേസിലായിരിക്കണം വരേണ്ടത്, അല്ലെങ്കിൽ 250 മീറ്റർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അല്ലാണ്ട് യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓരോന്നിന്റെയും വ്യത്യാസമാണ് പറയുന്നത്. ബലം, ബലത്തിന്റെ ശരിയായ രീതി എന്താണ്, എന്ന് ഇങ്ങനെ വേണം നമ്മൾ എഴുതാൻ. അല്ലാണ്ട് ന്യൂട്ടൺ 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാം. 10 ന്യൂട്ടൺ ഇങ്ങനെ എഴുതിയാൽ എന്താണ്, അത് പൊട്ടത്തെറ്റാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇത് തെറ്റാണ്. വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം എഴുതാൻ. ന്യൂട്ടന്റെ പേരിൽ നിന്നാണ് ബലത്തിന് ഈ പറയുന്ന സിമ്പൽ വന്നിട്ടുണ്ടായിരുന്നത്. ഡെസ്കിന്റെ നീളം 60 സെന്റിമീറ്റർ ആണ്. ഡെസ്കിന്റെ നീളം 60 സെന്റിമീറ്റർ ആണ്. തെറ്റായ രീതി പറയുവാണ്. ഉണ്ടോ, ഇവിടെ എന്താണ് ഈ സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് പാടില്ല, ഇവിടെ നോൺ ഫുൾ സ്റ്റോപ്പ് ഒന്നും പാടില്ല. പ്രതീകത്തിന് ശേഷം കുത്ത്, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കണ്ടോ, അതേപോലെ കുത്തോ കോമയോ ആവശ്യമെങ്കിൽ എവിടെ ചേർക്കാൻ, വാചകത്തിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഈ പ്രതീകത്തിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ചേർക്കാനായിട്ട് പാടില്ല. പിന്നെ നോക്കിക്കേ, ഇതാണ് ശരി. ന്യൂട്ടൺ മൾട്ടിപ്ലിക്കേഷൻ ആണ്. യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ എന്താണ് കുത്ത് അഥവാ സ്പേസ് വേണം. ഒന്നെങ്കിൽ ന്യൂട്ടൺ മീറ്ററിനെ നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് എഴുതി വെക്കാൻ പാടില്ല, തെറ്റാണ്. ഒന്നെങ്കിൽ എൻ എം ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ എൻ എഴുതി ഒരിത്തിരി സ്പേസ് ഇട്ടിട്ട് എം എഴുതുക, അങ്ങനെ വേണം എഴുതാനായിട്ട്. നിയമാവലിയാണ്. ഈ നിയമാവലി ഒന്ന് പഠിച്ചു വെക്കണേ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഈ നിയമാവലി ഇങ്ങനെ തന്നെ പഠിക്കണം. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഏതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരും. നമ്മൾ ഒട്ടും ശ്രദ്ധിക്കില്ലല്ലോ. ഇവിടുത്തെ ഈ കുത്തും ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും ഈ ഒരു കുത്ത് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് അത് ഇവിടത്തെ കണ്ട കുത്ത് വന്നേക്കുന്ന കണ്ട നമ്മൾ വിചാരിക്കുന്നത് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. ഡെസ്കിന്റെ നീളമാണ് 60 സെന്റിമീറ്റർ. ആ ഒരു സെന്റൻസ് കഴിഞ്ഞ് കുത്തിട്ടേക്കുവാണല്ലോ എന്ന് വിചാരിക്കും. അതങ്ങനെ പാടില്ല. പ്രതീകത്തിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, കുത്തോ ഓമയൊന്നും ഇടാൻ പാടില്ല. ഇവിടെയും എന്താണ് ഇതും തരും ചിലപ്പോൾ. അവിടെയും നമ്മൾ വിചാരിക്കും ശരിയാണെന്നുള്ളത്. അപ്പൊ അതും എന്താണ് ഇവിടെ തെറ്റാണ്. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം സ്കെയിലുണ്ട്, അതേപോലെ തന്നെ അല്ലെ ഇവിടെ ടേപ്പ് പറയുന്നുണ്ട്. പേനയുടെ നീളം, പേനയുടെയൊക്കെ നീളം നമ്മൾ എന്തിലായിരിക്കും ഉപയോഗിക്കുന്നത്, സെന്റിമീറ്ററിലായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഉയരമൊക്കെ നമ്മൾ എന്തിലായിരിക്കും, അതും മിക്കപ്പോഴും സെന്റിമീറ്റർ തന്നെയായിരിക്കും അല്ലെ നമ്മൾ പറയുന്നത്. കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെയായിരിക്കും നമ്മൾ പറയുന്നത്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ പറയുന്ന പേരാണ് എന്ത്, ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്, 0.1 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഒരു ഇങ്ങനെ എടുത്തൊരു മില്ലിമീറ്റർ, അതിനെയാണ് 0.1 സെന്റിമീറ്റർ, അത്രയുമാണ് ലീസ്റ്റ് കൗണ്ട്. ഇപ്പൊ നമ്മളൊരു വലിയൊരു ഒരു ടേപ്പ് എടുത്തു, ആ ടേപ്പ് കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഉയരം എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുന്നത്. പേപ്പർ കെട്ടിലെ പേപ്പറുകളുടെ എണ്ണം, പേപ്പർ കെട്ടിന്റെ കനം. ഒരു പേപ്പറിന്റെ കനം കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ കനത്തെ ഡിവൈഡ് ബൈ എണ്ണം കൊണ്ട് ചെയ്താൽ മതി. അളവ് ജാർ ഉപയോഗിച്ച് വ്യാപ്തം കണ്ടെത്താൻ എങ്ങനെയാണ് പറയുന്നത്, അതും ഇതേപോലെ തന്നെ. അളവ് ജാർ എന്ന് പറയുന്നത് കണ്ടാ, അതിന്റെ നമ്മൾ ഇതിന്റെ വ്യാപ്തം എന്താണോ, നമ്മൾ ഈ കല്ലെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് മുക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വെള്ളം എന്ത് ചെയ്യും, പൊങ്ങി വരും. ആ വ്യാപ്തം എത്രയാണെന്ന് ആ വ്യത്യാസം നോക്കിയാൽ മതി ഈ ഇട്ടിരിക്കുന്ന സാധനത്തിന്റെ വോളിയം അറിയാനായിട്ട്. സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് സമയം അളക്കാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് വാച്ച്, നമ്മൾ പ്ലസ് ടു ഒക്കെ ചെയ്തിട്ടുണ്ടാകും അല്ലെ. ഇങ്ങനെ സാധനം ഓൺ ചെയ്ത് വെക്കും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. കറക്റ്റ് എത്ര ഓസിലേഷൻ ആകുമ്പോഴേക്കും നമ്മളിത് പ്രസ് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം, നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള്. ഇവിടെ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? കിലോഗ്രാം എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്, മാസിന്റെ അല്ലെ. അതേപോലെ സെക്കൻഡും SI യൂണിറ്റ് ആണ്. ബാക്കി എന്താണ്,
മോളും SI യൂണിറ്റ് ആണ്. അപ്പൊ കിലോമീറ്റർ എന്ന് പറയുന്നത് SI യൂണിറ്റ് അല്ല, അത് മീറ്റർ ആണ് അവിടെ വരേണ്ടിയിരുന്നത്. സമയം, പരപ്പളവ്, മാസ്, വൈദ്യുതപ്രവാഹ തീവ്രത, ഇവിടെയും എന്താണ്? ഏരിയയാണ് അല്ലെ, പരപ്പളവ് ഏരിയയാണ്. പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ പരീക്ഷയ്ക്ക്. കൂട്ടത്തിൽ പെടാത്തവ ഏത്? മീറ്റർ, കിലോഗ്രാം ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഏതായിരിക്കും? ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം എന്താ? ഡിഗ്രി സെൽഷ്യസ് അല്ല, അവിടെ എന്താണ്? കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. നെക്സ്റ്റ് നോക്കാം. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മില്ലിമീറ്റർ ആണ്. 100 സെന്റിമീറ്ററിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന അളവുകളിൽ വിലയിൽ വ്യത്യാസം വരാതെ SI യൂണിറ്റിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, 2000 ഗ്രാം. 2000 ഗ്രാമിന് നമുക്ക് SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമിലോട്ട് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ബൈ 1000 ചെയ്താൽ മതി. അപ്പൊ 2 കിലോഗ്രാം എന്ന് വരും. ഓക്കെ. 1 അവർ. 1 അവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവർ എന്ന് പറയുമ്പോൾ സമയമാണ്. സമയത്തിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1 × 60 മിനിറ്റ് ആയി × 60 ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര വരും? 3600 സെക്കൻഡ് എന്ന് വരും. 1.5 കിലോമീറ്റർ എന്ന് പറയും. നമുക്ക് എന്താണ്? SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ 1.5 × 1000 ചെയ്താൽ മതി. ഇവിടെ എത്ര വരും? 1500 മീറ്റർ എന്ന് വരും. 200 സെന്റിമീറ്റർ. 200 സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാനായിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. സോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻസർ എത്ര വരും? 2 മീറ്റർ വരും. മാസിന്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്? കിലോഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, കിൻഡൽ ഉണ്ട്, ഗ്രാം ഉണ്ട്. ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് മില്ലിഗ്രാം ആണ്. ഇതാണ് ഫസ്റ്റ് വരേണ്ടത്. അതിനുശേഷം ഏതായിരിക്കും? ഗ്രാം ആയിരിക്കും വരേണ്ടത്. അതിനുശേഷം ഏതാണ്? കിലോഗ്രാം ആണ് വരേണ്ടത്. ലാസ്റ്റ് വരേണ്ടതാണ് എന്ത്? കിൻഡൽ എന്ന് പറയുന്നത്. കിൻഡലും കഴിഞ്ഞിട്ട് എന്ത് വരണം? ടണ്ണ് വരണം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. വലിയ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷെ അത്യാവശ്യം നമുക്ക് ഫിസിക്സിന്റെ ഒരു ബേസിക് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്